ഇത് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലേ ഇതുപോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്ട്രീം മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു കുഞ്ഞു റോക്കറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് വലിയ ചിലവൊന്നും വരുന്നില്ല, വെറും ഒറ്റ തീപ്പെട്ടിക്കൊള്ളി മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കുഞ്ഞു റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞു റോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്ര കുഞ്ഞു സംഗതി ഒന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി സംഗതിയൊക്കെ തന്നെ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാനായിട്ട് നോക്കാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റോക്കറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലാണ്. ഈ ഒരു അലൂമിനിയം ഫോയിൽ നമുക്ക് മാർക്കറ്റിലും അതുപോലെ ബേക്കറിയിലൊക്കെ സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് വലിയ റേറ്റ് ഒന്നും ആവുന്നില്ല. ഈ ഒരു അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റോക്കറ്റിന്റെ ബോഡി നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മുടെ റോക്കറ്റിന്റെ ഫ്യൂൽ ഇല്ലാതെ ഒരു റോക്കറ്റും പറക്കത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ റോക്കറ്റിന്റെ ഫ്യൂൽ അഥവാ എഞ്ചിൻ പാർട്ട് നിർമ്മിക്കുന്നത് ഇതുപോലെ ഒരു തീപ്പെട്ടിക്കൊള്ളി യൂസ് ചെയ്തിട്ടാണ്. ഒരു റോക്കറ്റിന് ഒറ്റ കൊള്ളി മാത്രം മതി. അതാണ് നമ്മുടെ ഒരു റോക്കറ്റിന്റെ പ്രത്യേകത. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ടൂൾസ് നമ്മൾ എടുത്തുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മേക്കിംഗ് പ്രൊസീജിയർ ഇട്ടാലോ. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഇതുപോലൊരു അലൂമിനിയം ഫോയിലാണ് ആവശ്യമുള്ളത്. ഇതിന്റെ എന്റെ ഭാഗത്ത് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് 7 സെന്റിമീറ്റർ വീതം ഇരുഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതാ ഇതുപോലെ മടക്കി കൊടുക്കണം. അപ്പൊ മടക്കുമ്പോൾ ഇതിന്റെ എഡ്ജ് ഭാഗം സെയിം ആവുന്ന രീതി മടക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് ഇങ്ങനെ വൃത്തിയായിട്ട് മടക്കി കൊടുക്കുക. ശേഷം നമുക്കിതാ ഇതുപോലൊരു സിസർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ അലൂമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലൂമിനിയം ഫോയിലിനെ രണ്ടായിട്ട് മടക്കി എടുക്കണം. ശേഷം നമുക്ക് സിസർ യൂസ് ചെയ്തുകൊണ്ട് ഏകദേശം ഇതുപോലുള്ള ഒരു ആകൃതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മുമ്പ് നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടായിരുന്നല്ലേ, ആ മടക്കിയ ഭാഗത്ത് സിസർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പീസ് കിട്ടും. ഇനി നമ്മുടെ റോക്കറ്റ് നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്യൂൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലുള്ള തീപ്പെട്ടി നമുക്ക് ഇതിന്റെ അറ്റത്ത് മരുന്നിരിക്കുന്ന ഭാഗമില്ലയോ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ മരുന്നെടുക്കുന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പം അതിന്റെ അറ്റ ഭാഗത്ത് ഒരുപാട് വണ്ണമുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലമ്പിയിരിക്കുന്നതൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ റോക്കറ്റിൽ ഫ്യൂല് ലോഡ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. ഇനി നമുക്ക് റോക്കറ്റ് സ്റ്റേഷന്റെ ലൗഞ്ച് പാഡാണ് നിർമ്മിക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള കമ്പി കഷ്ണമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാംബൂ സ്റ്റിക്സോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലൗഞ്ച് പാഡ് നിർമ്മിക്കാം. അപ്പോൾ അടുത്തെടുത്ത ഈ ഒരു കമ്പി കഷ്ണം നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് മടക്കി കൊടുക്കണം. ഈ ഒരു അലൂമിനിയം ഫോയിൽ മടക്കി കംപ്ലീറ്റ് ആക്കിയ ശേഷം ഈ ഒരു കമ്പി ഇങ്ങനെ നൈസായിട്ട് ബാക്കിലോട്ട് ഇറക്കിയിട്ട് ആ മുകളിലത്തെ ആ ഒരു അലൂമിനിയം ഫോയിലെ ട്യൂബിൻ്റെ ആ ഒരു ഭാഗമില്ലയോ, അത് ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ബാക്കിലായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ പ്ലെയറോ അതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ റോക്കറ്റിൻ്റെ ടോപ്പ് സൈഡ് ഇല്ലയോ ഇതുപോലെ പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ റോക്കറ്റിൻ്റെ എഫിഷ്യൻസി നല്ല പക്കായിട്ട് കിട്ടും. നമ്മുടെ ഈ കുഞ്ഞു റോക്കറ്റിൻ്റെ ബോഡി വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്യൂൽ നിറയ്ക്കണം. അതിനടുത്ത് ഈ ഒരു കമ്പി നൈസായിട്ട് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഈ ഒരു ട്യൂബിനകത്തോട്ട് കയറാൻ പാകത്തിൽ നമ്മൾ മുമ്പ് കുറച്ച് തീപ്പെട്ടിക്കൊള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തീപ്പെട്ടിക്കൊള്ളി ഇതിനകത്തോട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കുക. ശേഷം ആ ഒരു കമ്പി യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ അകത്തോട്ട് പുഷ് ചെയ്ത് മാക്സിമം എത്ര കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കൊണ്ടെത്തിക്കുക. ശേഷം ആ ഒരു കമ്പി നൈസായിട്ട് ബാക്കിലോട്ട് ഇറക്കിയിട്ട് ആ ട്യൂബിനകത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ അടിഭാഗമില്ല കമ്പിയായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. നമ്മുടെ ലൗഞ്ചിങ് പാഡിൻ്റെ അടിഭാഗം ഇതുപോലെ നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സ്റ്റാൻഡിനകത്തോട്ട് കയറ്റി വെക്കാൻ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റാൻഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു തീപ്പെട്ടിക്കോടിനകത്തൊരു ഹോൾ ഇട്ടിട്ട് കയറ്റി വെച്ചാലും മതിയാകും. ഇപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ഇതുപോലൊരു സംഗതിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റോക്കറ്റിൻ്റെ ലൗഞ്ചിങ് പാഡും കാര്യങ്ങളെല്ലാം നല്ല പക്കായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഒരു മെഴുകുതിരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്കറ്റ് ലൗഞ്ചിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മുടെ റോക്കറ്റുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ റോക്കറ്റിൻ്റെ ആ മരുന്നിരിക്കുന്ന ഭാഗത്തിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓരോ റോക്കറ്റും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
പോവല്ലേ, മാറിക്കോ മാറിക്കോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റോക്കറ്റിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഇല്ല, അതായത് തീപ്പിടിയുടെ മരുന്ന്, ഇതിനോட ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അപ് ടു 40 ഫീറ്റ്, അതായത് 40 ഫീറ്റ് വരെ ഹൈറ്റിൽ ഇത് പൊങ്ങും കേട്ടോ. അപ്പം നമ്മളിപ്പം ചെയ്ത് നല്ല ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഭിത്തി ഉണ്ടായതുകൊണ്ട് അവിടെ തട്ടിരുന്നത്. ഈ ഒരു റോക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് പിന്നിലുള്ള ഫാക്റ്റ് എന്താണ്, നമുക്കത് ഫാക്റ്റ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ റോക്കറ്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ റോക്കറ്റ് നിർമ്മിച്ചിട്ടുള്ള ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ ടോപ്പ് സൈഡിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടുണ്ട്. അതിന്റെ ബോട്ടം സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു കമ്പിയിലേക്ക് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കത്തിക്കുന്ന ടൈമിലാണെങ്കിൽ ഇതിന് അകത്തുള്ള തീപ്പെട്ടിക്കൊള്ളി ഹീറ്റ് ആവുകയും അത് കത്തുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് തീയും അതുപോലെ പുകയും ഉണ്ടാവും. അത് അവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ ടോപ്പ് സൈഡിലോട്ട് അതിന് പോകാൻ പറ്റത്തില്ല. ടോപ്പ് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. ബോട്ടം സൈഡാണെങ്കിൽ ഇതാ നമ്മൾ ഇതുപോലെ ഒരു കമ്പിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം അവിടെ നിന്നത് എളുപ്പം റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, അത് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്ന ടൈമിലാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞതിൻ്റെ അടിഭാഗമാണ്. അപ്പം അതുവഴിയാണ് ഏറ്റവും എളുപ്പമായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുന്നത്. ആ എസ്കേപ്പ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഗതി തെറിച്ച് വന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ല? അപ്പം ഇത്രയും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ കാണിക്കാൻ പറ്റി. അപ്പം അതിൻ്റെ പിന്നിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല. ഒരുപാട് തവണ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പലത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫാസിൽ നമ്മുടെ കൂടെ ഇല്ല, അവന് ആവശ്യത്തിന് വേറെ സ്ഥലത്ത് വരെ പോയേക്കുമായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ ഫുൾ സപ്പോർട്ട് എല്ലാം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ കസിൻ സബീറാണ്. അപ്പോൾ അവനുള്ള താങ്ക്സ് ഇതിനോടൊപ്പം അറിയിക്കുകയാണ്. അച്ഛന്മാരെ, അപ്പോൾ അതുപോലെയുള്ള നല്ല കിടുക്കാച്ച വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.